തടിക്ക് കണക്ക് പറയുന്നത് കണ്ടിട്ടുണ്ടോ, തടി വില പറയുന്നത് കണ്ടിട്ടുണ്ടോ, തടിയുടെ അളവ് പറയുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് വലിയ പിടിയില്ല. അപ്പോൾ പുള്ളി പറഞ്ഞു അതിനെ കമ്മതി എന്ന് പറയും. അതായത് കന്മതി എന്ന് വെച്ചാൽ കണ്ണും കൊണ്ടുള്ള മതിപ്പാണ്. അതെങ്ങനെയാണ് കണക്കാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രിഗണോമെട്രിയാണ്. ഈ വാട്സാപ്പിലൊക്കെ സ്ഥിരമായിട്ട് പ്രചരിക്കുന്ന ഒരു വളരെ രസകരമായ ഒരു മെസ്സേജ് ഉണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഈ സൈനും കോസും ടാനും ഒക്കെ പഠിച്ചിട്ട് ഇന്ന് വരെ എനിക്കൊരു പ്രയോജനം ഉണ്ടായിട്ടില്ല. സത്യം പറഞ്ഞാൽ അങ്ങനെയല്ല. ഈ സൈനും കോസും ടാനും ഒക്കെ നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ചപ്പോൾ നമ്മളുടെ അനലിറ്റിക്കൽ ബ്രെയിൻ വർക്ക് ആയിട്ടുണ്ട്, ഡെവലപ്പ് ആയിട്ടുണ്ട്. ഈ അനലിറ്റിക്കൽ ബ്രെയിനും നമ്മളുടെ റാഷണൽ ബ്രെയിനും കൂടെ ചേർന്ന് വർക്ക് ചെയ്യുന്നതാണ് നമ്മൾ പ്രോപ്പറായിട്ട് എടുക്കുന്ന തീരുമാനങ്ങൾ. എന്ത് ചെയ്യുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. അതിപ്പോൾ ഹിസ്റ്ററി പഠിച്ചാലും അതെ, സയൻസ് പഠിച്ചാലും അങ്ങനെ എല്ലാ സബ്ജക്റ്റുകൾക്കും ഇത് അടിസ്ഥാനമാണ്. എന്തുകൊണ്ടാണ് റെവല്യൂഷൻ ഉണ്ടായത്, അവിടെ ഇന്നത് സംഭവിച്ചപ്പോൾ ഇതിന്റെ ബാക്കിയായിട്ട് ഇങ്ങനെ സംഭവിച്ചു. ഇപ്പൊ നമ്മൾ പരീക്ഷയ്ക്ക് ആൻസർ എഴുതേണ്ടത് അത് തന്നെയാണ്. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അനലൈസ് ചെയ്യാൻ, ക്വസ്റ്റ്യനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണ്. ആ ചോദിച്ചിരിക്കുന്നത് ഒന്നെങ്കിൽ ഒരു കോസാണ്, അല്ലെങ്കിൽ ഒരു കോൺസിക്വൻസ് ആണ്, അല്ലെങ്കിൽ ഈ കോസിനെ കോൺസിക്വൻസസിലേക്ക് കണക്ട് ചെയ്യാനാണ് നമ്മളോട് പറയുന്നത്. ഇത്രയേ ഉള്ളൂ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. എക്കണോമിക്സ് സിമ്പിളായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നടക്കുന്ന ഏറ്റവും വലിയ സാമ്പത്തിക ക്രമക്കേടുകൾ നമുക്ക് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. നമസ്കാരം. പലപ്പോഴും ഈ കുട്ടികൾ ഇങ്ങനെ പഠിച്ചുകൊണ്ട് വരുമ്പോൾ അടുത്ത് എന്ത് പഠിക്കണം, ഇല്ലെങ്കിൽ എന്തിനാണ് പഠിക്കുന്നത് എന്ന് കുട്ടികൾക്കും അറിയില്ല, എന്ത് പഠിപ്പിക്കണം എന്ന് പലപ്പോഴും ടീച്ചേഴ്സിനും അറിയില്ല. ഒരു പർപ്പസും ഇല്ലാത്ത ഒരു വിദ്യാഭ്യാസം ഭയങ്കര പ്രോബ്ലമാണ് എന്ന കാര്യം തർക്കമില്ല. അപ്പം നമുക്ക് അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ എനിക്ക് വലിയ ഇഷ്ടമുള്ള, എൻ്റെ തലച്ചോറിന് പലപ്പോഴും തീറ്റ തരുന്ന ഒരു സുഹൃത്തുണ്ട്. ഒരു ടെക് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളാണ്, പക്ഷേ ഒരു ഐഡിയ ജനറേഷൻ്റെ ഒരു ഉസ്താദാണ്. ഉദാഹരണം, ബിസിനസ്സുകാർക്കും മറ്റുള്ളവർക്കൊക്കെ ഒരു ബ്രെയിൻ സ്ട്രോമിങ് എക്സ്പേർട്ട് എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരാളെ നമുക്ക് പരിചയപ്പെടാം. കുറച്ചു കാലം ഇന്ത്യയിലുണ്ടായിരുന്നു, ഓസ്ട്രേലിയ ഉണ്ടായിരുന്നു. അപ്പോൾ സമയം കിട്ടുമ്പോൾ ഞങ്ങൾ തമ്മിൽ ഒരു ഇൻട്രാക്ഷൻ നടത്തും. ഇന്ന് അങ്ങനത്തെ ഒരു ഇൻട്രാക്ഷൻ ക്യാമറയുടെ മുമ്പിൽ നടത്തുന്നു മാത്രമേ ഉള്ളൂ. ആരുടെ നമസ്കാരം. നമസ്കാരം സാർ. ഞാൻ ഈ ബ്രെയിൻ സ്ട്രോമിങ് എന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലോ, ആളുകൾക്ക് ഈ ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ ട്രിഗർ ചെയ്യും. അപ്പൊ അതുപോലെ ഇന്നത്തെ നമ്മുടെ ചർച്ച പഠിക്കണതിനെ കുറിച്ചാണ്. എന്തിനാണ് സ്കൂളിൽ കുട്ടികൾ പഠിക്കുന്നത്, സ്കൂളിലോ കോളേജിലോ എവിടെയൊക്കെ പഠിക്കണം, എന്തിനാണ് പഠിപ്പിക്കണത്, ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ പലപ്പോഴും എന്നോട് ഇങ്ങനെ ഷെയർ ചെയ്ത കാര്യങ്ങൾ എനിക്ക് തോട്ട് പ്രൊവോക്കിംഗ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് ചോദിക്കുന്നത്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്ന്. ഓക്കെ. എന്ത് പഠിപ്പിക്കണമെന്ന് പണ്ട് ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പം കാഞ്ഞിരപ്പള്ളി സെയിന്റ് ജോസഫ് സ്കൂളിൽ ഫാദർ വില്യം മെമ്മോറിയൽ ഒരു പ്രസംഗം കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു, പ്രസംഗ മത്സരം. അപ്പൊ പ്രസംഗ മത്സരത്തിന് എന്നെ പ്രസംഗം പറയാനായിട്ട് പഠിപ്പിച്ചിരുന്നു എൻ്റെ മൂത്ത ചേച്ചി ജംന. അപ്പൊ പുള്ളിക്കാരത്തി പ്രസംഗം എഴുതി തരും, എന്നെ കൊണ്ട് പറയിപ്പിക്കും. അപ്പൊ എനിക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരി സ്റ്റേജ് ഫ്രൈറ്റ് ഒക്കെ ഉണ്ട്. അപ്പൊ ഞാൻ പേടിയുള്ളത് കൊണ്ടിട്ട് ഈ പേപ്പർ കയ്യിൽ പിടിച്ചിട്ടൊക്കെ പോകും. അപ്പൊ ചേച്ചിക്ക് അതൊക്കെ ഭയങ്കര ദേഷ്യമാണ്. അങ്ങനെ ചേച്ചി എന്നെ ഈ ഫാദർ വില്യം മെമ്മോറിയൽ പ്രസംഗ മത്സരത്തിന് പാലപ്ര എന്ന് പറയുന്ന സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അവിടെ പ്രസംഗ മത്സരത്തിന് കയറ്റി. അപ്പോൾ ഞാൻ 2 സബ്ജക്റ്റ് ആയിരുന്നു. വിദ്യാർത്ഥികൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ, 2ാം ക്ലാസ്സുകാരനോട്. പിന്നെ 2ാമത്തെ സബ്ജക്റ്റ് എന്ത് പഠിപ്പിക്കണം. അപ്പൊ ഞാൻ ശരിക്കും പഠിച്ചത് വിദ്യാർത്ഥികൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ എന്നുള്ളതാണ്. മറ്റേത് ശരിക്കും അത്ര അറിയില്ലായിരുന്നു. എനിക്ക് കിട്ടിയ ടോപ്പിക്ക് എന്ത് പഠിപ്പിക്കണം. സകല ഗ്യാസും പോയി അവിടെ ചെന്ന് ഈ പറഞ്ഞ 2ാം മിനിറ്റിൽ ഇടപാടൊക്കെ തീർത്ത് ഇറങ്ങി വന്ന് ചേച്ചിക്ക് ഒരുപാട് വിഷമമായ ഒരു സംഭവമാണ്. പക്ഷേ ആ വാക്യം, അതായത് എന്ത് പഠിപ്പിക്കണം എന്നുള്ളത് എൻ്റെ മനസ്സിലിങ്ങനെ വർഷങ്ങളോളം കിടന്ന് പിന്നീട് ഞാൻ അതിനെക്കുറിച്ച് ഒരുപാട് ആലോചിക്കുകയും ഒരുപാട് ഗവേഷണം ചെയ്തിരണം. പഠനവുമായിട്ട് ഞാൻ ഒത്തിരി മല്ലിട്ടിട്ടുണ്ട്. എനിക്ക് കോളേജിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങളായാലും ശരി, സ്കൂളിൽ പഠിപ്പിക്കുന്ന പല കാര്യങ്ങളും എനിക്ക് നേരെ ചൊവ്വേ മനസ്സിലായിട്ടില്ല. പല സബ്ജക്റ്റുകളും ഞാൻ ഒരുപാട് മല്ലിട്ടിട്ടുണ്ട്. പലതിനോടും നമ്മൾ തുന്നം പാടി നിർത്തിയിട്ടുമുണ്ട്. എനിക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പൊ മാത്തമാറ്റിക്സിൽ ഡിഫറൻസിയേഷൻ ആൻഡ് ഇന്റഗ്രേഷൻ, എനിക്ക് ഇപ്പോഴും ഇന്റഗ്രേഷൻ ട്രിപ്പിൾ ഇന്റഗ്രലിന്റെ 3 വള്ളി കാണുമ്പോൾ എൻ്റെ സകല കിളിയുമ്പോൾ അവിടെ അവസാനിപ്പിക്കുകയാണ് പരിപാടി. പിന്നെ ഞാൻ ആ പ്രോബ്ലം തൊടത്തില്ല, അതൊന്നും അറ്റംപ്റ്റ് ചെയ്യുക പോലുമില്ല. അപ്പൊ അതിനെക്കുറിച്ച് പിന്നെ ഇരുന്ന് ആലോചിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്താണ് നമ്മൾ പഠിപ്പിക്കേണ്ടത്, എന്തിനാണ് പഠിക്കേണ്ടത്. ഈ പ്രാഥമിക വിദ്യാഭ്യാസം എന്ന് നമ്മൾ പറയുന്നത് 4ാം ക്ലാസ് വരെ എങ്ങാണ്ടാണെന്ന് തോന്നി ഇവിടെ പറയുന്നത്. പക്ഷേ ഞാൻ പൊതുവിൽ വിദേശത്ത് പല സ്ഥലങ്ങളിലും പലരും പറഞ്ഞിരിക്കുന്നത് 17 വർഷമാണ് പ്രാഥമിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ യഥാർത്ഥത്തിൽ ആർജിക്കുന്ന ഒരു കഴിവെന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ കോസ് ആൻഡ് കോൺസിക്വൻസ് മാപ്പിംഗ് ആണ്. അതായത്
എന്ത് ചെയ്യുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. അതിപ്പോ ഹിസ്റ്ററി പഠിച്ചാലും അതെ, സയൻസ് പഠിച്ചാലും അങ്ങനെ എല്ലാ സബ്ജക്റ്റുകൾക്കും ഇത് അടിസ്ഥാനമാണ്. ഇത് തന്നെയാണ് അടിസ്ഥാനം. നമ്മൾ ഏത് സബ്ജക്റ്റിന്റെ ഏത് എടുത്ത് വായിച്ചു നോക്കിക്കോ. ഇപ്പൊ ഹിസ്റ്ററി എടുത്ത് പഠിച്ചോ, എന്തുകൊണ്ടാണ് റെവല്യൂഷൻ ഉണ്ടായത്, അവിടെ ഇന്നത് സംഭവിച്ചപ്പോ ഇതിന്റെ ബാക്കിയായിട്ട് ഇങ്ങനെ സംഭവിച്ചു. ഇപ്പൊ നമ്മൾ പരീക്ഷയ്ക്ക് ആൻസർ എഴുതേണ്ടത് അത് തന്നെയാണ്. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അനലൈസ് ചെയ്യാൻ, ക്വസ്റ്റ്യനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണ്. ആ ചോദിച്ചിരിക്കുന്നത് ഒന്നെങ്കിൽ ഒരു കോസാണ്, അല്ലെങ്കിൽ ഒരു കോൺസിക്വൻസ് ആണ്, അല്ലെങ്കിൽ ഈ കോസിനെ കോൺസിക്വൻസസിലേക്ക് കണക്ട് ചെയ്യാനാണ് നമ്മളോട് പറയുന്നത്. ഇത്രയേ ഉള്ളൂ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നമ്മൾ അത് മനസ്സിലാക്കാതെയാണ് ഈ നമ്മൾ കാണാതെ പഠിച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് അടിച്ചു വിടുന്ന വഴി എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നമ്മളുടെ റാഷണൽ ബ്രെയിൻ ഡെവലപ്പ് ആവില്ല. നമുക്ക് പ്രിമിറ്റീവായിട്ട് ജനിക്കുമ്പോൾ തന്നെ ഇമോഷണൽ ബ്രെയിൻ ഉണ്ട്, വേദന തിരിച്ചറിയാൻ നമുക്ക് പറ്റും. പക്ഷെ നമുക്ക് റാഷണൽ ബ്രെയിൻ ഉണ്ട്. ആ റാഷണൽ ബ്രെയിനിലാണ് നമുക്ക് ഈ പറഞ്ഞ കോസും കോൺസിക്വൻസസും ഒക്കെ തിരിച്ചറിയാൻ നമ്മൾ ട്രെയിൻ ചെയ്യേണ്ടത്. അതാണ് നമ്മളുടെ ബോധ മനസ്സിൽ ഉള്ള ഒരു സംഭവം. ഈ ട്രെയിനിങ് നമുക്ക് കിട്ടണം. ജിമ്മിൽ പോയി നമ്മൾ മസിൽ എക്സർസൈസ് ചെയ്താൽ മാത്രമേ മസിൽ സ്ട്രെങ്തൻഡ് ആകുള്ളൂ എന്ന് പറയുന്ന പോലെ തന്നെ റാഷണാലിറ്റി ഡെവലപ്പ് ആവണമെങ്കിൽ നമ്മൾ അതിനെ എക്സർസൈസ് ചെയ്യണം. ഞാനൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒന്നുകൂടി റിപ്പീറ്റ് ചോദിക്കും. ശരി, ഒരു സംഭവം ഉണ്ടാകുന്നു, ആ സംഭവത്തിനൊരു കാരണം ഉണ്ടാകും, അതിനൊരു കോൺസിക്വൻസ് ഉണ്ടാകും, ഒരു പ്രത്യാഘാതം ഉണ്ടാകും, അല്ലെ? അതെ. ഇത് തമ്മിലുള്ള കാരണം വ്യക്തമാകുമ്പോഴാണ് അതെ യുക്തിപൂർണമായ ചിന്ത ഉണ്ടാവും. കറക്റ്റ്, എക്സാക്ട്ലി. ഇതല്ലേ ഉദ്ദേശിക്കുന്നത്? അത് തന്നെയാണ് ഉദ്ദേശിച്ചത്. അപ്പൊ ലോകത്തെ എല്ലാ കാര്യത്തിലും അതെ, ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ, ഇത് കോമൺ ആണ്. അതെ. ഇതിനൊരു എക്സാമ്പിൾ പറയാം. ഇതിനൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇപ്പം ഏറ്റവും ഫ്രഞ്ച് റെവല്യൂഷൻ എങ്ങനെ ഉണ്ടായി എന്നൊരു വിദ്യാർത്ഥി ആ ഫ്രഞ്ച് റെവല്യൂഷനെ കുറിച്ച് എഴുതിയിരിക്കുന്ന 2 പാരഗ്രാഫ് വായിക്കുമ്പോൾ അതിനൊരു കാരണമുണ്ട്. ഉണ്ടാവാനൊരു കാരണമുണ്ട്. അവൻ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതിന്റെ ഈ ഫ്രഞ്ച് റെവല്യൂഷൻ എന്ന് പറയുന്നത് ഉണ്ടാവാനുള്ള കാരണം എന്ത്, കോസ്. ശരി, അത് മനസ്സിലാക്കി. ഈ ഫ്രഞ്ച് റെവല്യൂഷൻ മൂലം എന്താണ് സംഭവിച്ചത്? ഇത്രയധികം ആളുകൾ, 1, 2, 3, ഒന്നാമത് ഇത്രയധികം ആൾക്കാർ കൊല്ലപ്പെട്ടു, ഇത്രയധികം ആൾക്കാർക്ക് ഇത്ര ദോഷമുണ്ടായി, ആ സാമ്പത്തിക വ്യവസ്ഥ തീർന്നു, ഫ്രാൻസിന് ഇത്രത്തോളം നഷ്ടങ്ങളുണ്ടായി. ഫ്രാൻസ് എന്ന് പറഞ്ഞ രാജ്യം ഇല്ലാതായി. അതാണ് കോൺസിക്വൻസ്. ഇതിന്റെ ഇടയിൽ നടന്ന സംഭവം എന്താണ്? ഇതിനെ തമ്മിൽ കണക്ട്. ഈ കോസ് മൂലം ഉണ്ടായത് അവിടെ നമുക്ക് സംഖ്യ എഴുതി പറയാൻ പറ്റും. 1 ഇന്നത് സംഭവിച്ചു, അതിനുശേഷം ഇന്നത് സംഭവിച്ചു, അതിനുശേഷം ഇന്നത് സംഭവിച്ചു, ഫൈനലി ഇന്നത് സംഭവിച്ചു. ഇത്രയേ ഉള്ളൂ ഫ്രഞ്ച് റെവല്യൂഷൻ. ഇതാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. ഇപ്പൊ ഇങ്ങനെ റാഷണാലിറ്റി പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് ജീവിതത്തിൽ, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ട സമയത്ത് ഈ റാഷണാലിറ്റിയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഈ പറയപ്പെട്ട ഫിസിക്കൽ സയൻസ് പഠിപ്പിക്കുന്ന, അല്ലെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, സുവോളജി, ബോട്ടണി, ഈ ഫിസിക്കൽ സയൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റിലും ഇത് തന്നെയാണ് പഠിപ്പിക്കുന്നത്. ഇപ്പൊ കെമിസ്ട്രി ലാബിൽ ഒരു എക്സ്പെരിമെന്റ് ചെയ്യുമ്പം ആദ്യമായിട്ട് നമ്മളല്ല ബേരിയം കണ്ടുപിടിക്കുന്നത്. അപ്പൊ അത് അവിടെ പഠിപ്പിക്കുന്ന സാറും അല്ല അത് കണ്ടുപിടിച്ചിരിക്കുന്നത്, ഇത് നേരത്തെ കണ്ടുപിടിച്ചത്. പക്ഷെ നമ്മളിത് തുടർച്ചയായിട്ട് ചെയ്യുമ്പോൾ ഇന്ന 2 മൂലകങ്ങൾ ചേരുമ്പോഴാണ് ഇതുണ്ടാകുന്നത്, കോസ് ആൻഡ് കോൺസിക്വൻസ്. അപ്പൊ അതിന് എന്തൊക്കെ കാര്യങ്ങൾ നടക്കണം. നമ്മൾ കെമിസ്ട്രിയിലാണെങ്കിൽ മറ്റേ STP, സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറച്ച് സാധനങ്ങൾ പഠിക്കുന്നുണ്ട്. അത് സയൻസിൽ അങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്. ഹ്യൂമാനിറ്റീസിൽ ഇതേ സെയിം കാര്യങ്ങൾ തന്നെയുണ്ട്. എക്കണോമിക്സിൽ ഇത് തന്നെ. എക്കണോമിക്സ് ശരിക്കും പഠിച്ചു കഴിഞ്ഞാൽ അത്ര രസകരമായിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ്. അതിൽ നിന്നാണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്നത്. നമുക്ക് ഇതുകൊണ്ടാണല്ലോ ഇങ്ങനെ സംഭവിക്കുന്നത്. എക്കണോമിക്സ് സിമ്പിളായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നടക്കുന്ന ഏറ്റവും വലിയ സാമ്പത്തിക ക്രമക്കേടുകൾ നമുക്ക് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. എക്കണോമിക്സ് പഠിച്ചാൽ മതി. അപ്പോൾ ആ ഒരു കോസ് ആൻഡ് കോൺസിക്വൻസ് മാപ്പിംഗ് നമുക്ക് റാഷണാലിറ്റിയിലൂടെ മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പോൾ റാഷണൽ ബ്രെയിനിനെ നമ്മൾ അങ്ങനെ എക്സർസൈസ് ചെയ്ത് ഡെവലപ്പ് ചെയ്യണം. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെയുള്ള സാധനമാണ് അനലിറ്റിക്കൽ ബ്രെയിൻ. അനാലിസിസ്, നമുക്ക് അനലിറ്റിക്കൽ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ ഇതിനെ ക്വാണ്ടിഫൈ ചെയ്ത് നമ്പറുകൾ ഇട്ട് പറയാൻ പഠിപ്പിക്കുന്നതാണ് മാത്തമാറ്റിക്സ്. കണക്കിൽ, അതായത് ഈ കോസും കോൺസിക്വൻസ് നമ്മളെ ബന്ധത്തിനെ ഐഡന്റിഫൈ ചെയ്താൽ മാത്രം പോരാ, അതിനെ ക്വാണ്ടിഫൈ ചെയ്യുകയും ചെയ്യുന്നതാണ് അനാലിസിസ്. ക്വാണ്ടിഫൈ ചെയ്തിട്ട് ആ ക്വാണ്ടിറ്റികൾ, ഇത് തമ്മിലുള്ള റിലേഷൻസ് ഉണ്ട്. ആ റിലേഷനുകളെല്ലാം തന്നെ, അതായത് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ഇത്രയധികം ആളുകൾ ഉണ്ടായിരുന്നു, യുദ്ധം കഴിഞ്ഞപ്പോൾ ഇത്രയധികം ആളുകൾ മാത്രമേ അവശേഷിച്ചിരുന്നുള്ളൂ എന്ന് വെച്ചാൽ നഷ്ടമാണോ ലാഭമാണോ അത് മനസ്സിലാക്കുന്ന അനലിറ്റിക്കൽ ബ്രെയിൻ ആണ്. അപ്പൊ ഈ അനലിറ്റിക്കൽ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശരിക്കും നമ്മൾ വഴിക്കണക്ക് എഴുതി പഠിച്ചത്. ആ അനലിറ്റിക്കൽ ബ്രെയിനും മുമ്പ് ജിമ്മിലെ കാര്യം പറഞ്ഞ പോലെ തന്നെ അതൊരു മസിലാണെന്ന് വിചാരിക്കുക. അത് ഡെവലപ്പ് ആണോന്നുണ്ടെങ്കിൽ നമ്മൾ അനലിറ്റിക്കൽ കണക്കുകളും ആ കാര്യങ്ങളും പഠിക്കണം. അപ്പൊ പണ്ട് ഈ വാട്സാപ്പിലൊക്കെ സ്ഥിരമായിട്ട് പ്രചരിക്കുന്ന ഒരു വളരെ രസകരമായ ഒരു മെസ്സേജ് ഉണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഈ സൈനും കോസും ടാനും ഒക്കെ പഠിച്ചിട്ട് ഇന്ന് വരെ എനിക്കൊരു പ്രയോജനം ഉണ്ടായിട്ടില്ല എന്ന് പറയും. സത്യം പറഞ്ഞാൽ അങ്ങനെയല്ല. ഈ സൈനും കോസും ടാനും ഒക്കെ നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ചപ്പോൾ നമ്മളുടെ അനലിറ്റിക്കൽ ബ്രെയിൻ വർക്ക് ആയിട്ടുണ്ട്, ഡെവലപ്പ് ആയിട്ടുണ്ട്. ഈ അനലിറ്റിക്കൽ ബ്രെയിനും നമ്മളുടെ റാഷണൽ ബ്രെയിനും കൂടെ ചേർന്ന് വർക്ക് ചെയ്യുന്നതാണ്
നമ്മൾ പ്രോപ്പറായിട്ട് എടുക്കുന്ന തീരുമാനങ്ങൾ. ഇപ്പൊ ഇതിന്റെ ആപ്ലിക്കേഷൻ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരം വെളുത്ത് വൈകുന്നേരം വരെ എടുത്തു നോക്കൂ. ഒരു ദിവസം മുഴുവൻ എടുത്താൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒന്നെങ്കിൽ നമ്മളൊരു തീരുമാനങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുകയാണ്, നേരത്തെ എടുത്തൊരു തീരുമാനം, അല്ലെങ്കിൽ നമ്മൾ മറ്റൊരു തീരുമാനം എടുക്കാനായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണ്. അപ്പൊ ലൈഫ് ഈസ് ഓൾ അബൌട്ട് ഡിസിഷൻസ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് എക്സിക്യൂഷൻ. അതിലെ നമ്മളുടെ പാളിച്ചകൾ നമുക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ, തിരിഞ്ഞിന്ന് ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അനലിറ്റിക്കൽ ബ്രെയിൻ വേണം. അപ്പൊ ഇത് ഡെവലപ്പ് ആകാതെ ഇത് പറ്റത്തില്ല. അപ്പൊ അത് ഡെവലപ്പ് ചെയ്യാനായിട്ട്, അപ്പൊ നമ്മുടെ കരിക്കുലം ഉണ്ടാക്കിയത് മണ്ടന്മാരല്ല, നമ്മൾ ബ്രിട്ടീഷുകാരുടെ കരിക്കുലം തന്നെയാണ് ഫോളോ ചെയ്ത് വരുന്നത്. അപ്പൊ ഞങ്ങൾ എന്തിനാണ് നമ്മളെ തല്ലി പഠിപ്പിച്ച് എന്തിനാണ് ഈ ട്രിഗണോമെട്രി പഠിപ്പിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ അതിനെ പുച്ഛിക്കുമ്പോൾ എനിക്കത് വളരെ വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതെന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞുതരാം. ഇനി ഞാനങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം ഞാൻ BSc ഫിസിക്സാണ് പഠിച്ചത്. എനിക്ക് മാത്തമാറ്റിക്സിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഓക്കെ. 10ാം ക്ലാസ് വരെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സബ്ജക്റ്റ് ആയിരുന്നു മാത്തമാറ്റിക്സ്. ഓക്കെ. പക്ഷെ ഞാൻ ഡിഗ്രി വന്നപ്പോൾ എൻ്റെ ഏറ്റവും കുറവ് മാർക്ക് മാത്തമാറ്റിക്സിനായിരുന്നു. എനിക്ക് താല്പര്യവും കുറഞ്ഞു. അതിന് കാരണം എന്താ വെച്ചാൽ, നിങ്ങൾ ഈ നേരത്തെ ആദ്യം പറഞ്ഞ കാര്യമാണ്, ഈ റിലേഷൻഷിപ്പ് കൊണ്ടുവരാൻ. അതായത് ഒരു സംഭവം, അതിന്റെ കോസ്, അതിന്റെ കോൺസിക്വൻസ്, ഈ റിലേഷൻഷിപ്പാണ് യഥാർത്ഥത്തിൽ നമ്മളെ ചിന്തിപ്പിക്കുന്നത്, നമ്മളെ കണക്ട് ചെയ്യും. അങ്ങനെ റിലേഷൻഷിപ്പ് ഇല്ല. ഉദാഹരണം, 1, 2, 3, 4, 5, 6, 7, 8 ഇതെനിക്ക് പെട്ടെന്ന് മനസ്സിലാവും. പകരം 3, 7, 2 നിങ്ങൾ ചിന്തിക്കുന്ന ചോദ്യം എന്താണെന്നറിയോ? എന്താ ഇയാള് എന്തൊക്കെ പിച്ചും പേയും പറയുന്നത്? പിച്ചും പേയും ഞാൻ പറയുന്നത് ചിലപ്പോ എന്റെ ലോജിക്കൽ കറക്റ്റ് ആയിരിക്കും. നിങ്ങൾക്ക് പിച്ചും പേയും എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ 2ഉം ഞാൻ പറഞ്ഞ 5ഉം ഞാൻ പറഞ്ഞ 3ഉം തമ്മിൽ കണക്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഞാൻ സഹായിച്ചില്ല അല്ലെ? ഈ കണക്ഷൻ അധ്യാപനത്തിൽ വിട്ടുപോയി. തീർച്ചയായിട്ടും അതെ. ഒരു നല്ല അധ്യാപകൻ ആ കണക്ഷൻ ഉണ്ടാക്കി കൊടുത്താൽ ഇവന് ഭയങ്കര രസകരമായി തോന്നും. അതെ തീർച്ചയായിട്ടും അങ്ങനെയല്ലേ സംഭവം? അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഈ സാറി പറഞ്ഞ പോലെ തന്നെ ഈ മാത്സ് എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. എന്നെ മാത്സ് പഠിപ്പിച്ചത് 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും പഠിപ്പിച്ച AK ജെയിംസ് സ്കൂളിലെ സുനിൽ സാറാണ്. സാർ വളരെ സരസനും രസികനുമായ, എന്നാൽ വളരെ ലൈഫ് ആപ്ലിക്കേഷൻ ഒക്കെ ഒത്തിരി പറഞ്ഞു തരുമായിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു 10-24 വർഷം കൂടി കഴിഞ്ഞ വർഷം ഞാൻ വെറുതെ സാറിനെ കണ്ടു, ഇത്രയും കാലം കൂടി കണ്ട്. അപ്പോൾ സാർ റിട്ടയർ ആയിട്ടിരിക്കുക. അപ്പോൾ സാറിനോട് വർത്താനം പറഞ്ഞപ്പോൾ ഞാൻ ഈ സബ്ജക്റ്റ് സാറിനോട് ചോദിച്ചു, സാറേ അനലിറ്റിക്കൽ സ്കിൽ ജീവിതത്തിൽ എവിടേക്കാണ് ഉപയോഗം വരുന്നത്? നമ്മൾ എന്തുകൊണ്ടാണ് ഈ പഠനത്തെക്കുറിച്ച്, ഈ മാത്സ് പഠിക്കുന്നതിനെ കുറിച്ച് ഇത്രയും വലിയ ബുദ്ധിമുട്ട് വരുന്നത്? സാറിനെ ആ കാഞ്ഞിരപ്പള്ളി ഭാഗത്ത് എല്ലാ മനുഷ്യർക്കും, കാരണം സാർ അതുപോലെ ആ കുട്ടികളെ ഒരു രീതിയിലും കണക്ക് പാസ്സാകുകയല്ല എന്ന് പറയുന്നവരെ ഈസി ആയിട്ട് പാസ്സാക്കുന്ന ഒരാളാണ് സുനിൽ സാർ. അപ്പൊ സാറ് പറഞ്ഞു, എടാ ഈ മനുഷ്യര് തടിക്ക് കണക്ക് പറയുന്നത് കണ്ടിട്ടുണ്ടോ? തടി വില പറയുന്നത് കണ്ടിട്ടുണ്ടോ? തടിയുടെ അളവ് പറയുന്നത്. ഞാൻ പറഞ്ഞു എനിക്ക് വലിയ പിടിയില്ല. അപ്പൊ പുള്ളി പറഞ്ഞു അതിനെ കമ്മതി എന്ന് പറയും. അതായത് കന്മതി എന്നാണ് അത് പറഞ്ഞ് കമ്മതി എന്നായതാണ്. കന്മതി എന്ന് വെച്ചാൽ കണ്ണും കൊണ്ടുള്ള മതിപ്പാണ്. അതെങ്ങനെയാണ് കണക്കാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രിഗണോമെട്രിയാണ്. അതായത് ഇയാൾ 45 ഡിഗ്രിയിൽ നോക്കിക്കഴിഞ്ഞാൽ, 45 ഡിഗ്രി ഈ നോട്ടം നോക്കിക്കഴിഞ്ഞാൽ ഈ കണ്ണ് മരത്തിന്റെ മേളിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ആ മരത്തിന്റെ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള നീളവും ഇയാൾ നിൽക്കുന്നിടത്തു നിന്ന് മരം വരെയുള്ള നീളവും സെയിം ആണ്. അപ്പം അയാൾക്ക് ഈ മരത്തിന്റെ ക്വാണ്ടിറ്റി അളക്കണമെങ്കിൽ ഇവിടുന്ന് ആകെപ്പാട് ഇയാൾ ഈ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് അവിടം വരെയുള്ള നീളം അളന്നാൽ അയാൾക്ക് കംപ്ലീറ്റ് ഇതിന്റെ കണക്ക് കിട്ടും. ഇത് ചെയ്ത് ഈ ലെങ്ത് ഉണ്ടല്ലോ, വിഷ്വൽ എസ്റ്റിമേഷൻ, അത് അയാൾക്കറിയാം. അത് അയാൾക്ക് ടേപ്പ് വെച്ച് അളക്കണ്ട. ഇത് 5 മീറ്റർ ഉണ്ട്, 8 മീറ്റർ ഉണ്ട്, 10 മീറ്റർ ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ആ മരം എത്ര ക്യൂബിക്കടി ഉണ്ടെന്ന് അയാൾക്ക് പറയാൻ പറ്റും. പുള്ളി പറഞ്ഞ ഇതാ ശരിക്കും ഇതാണ് മാത്തമാറ്റിക്സ്. ഇത്രയേ ഉള്ളൂ ഇതിന്റെ ആപ്ലിക്കേഷൻ. അതിനെ അങ്ങനെ പറഞ്ഞു കൊടുത്ത് നമ്മൾ പഠിപ്പിച്ചിരുന്നെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ഇഷ്ടപ്പെട്ട കാരണം എസ്റ്റിമേഷൻ ആണ്, വിഷ്വൽ എസ്റ്റിമേഷൻ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ കയറ്റം എങ്ങനെ ഇരിക്കും, ഇത് 45 ഡിഗ്രി ചെരിവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് അവന് 45 ഡിഗ്രി മനസ്സിൽ വന്നു, അല്ലെങ്കിൽ ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ ഇത് എങ്ങനെ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റണം. അവിടെയാണ് നമുക്ക് ഒരുപാട് കാൽക്കുലേഷൻസ് എളുപ്പമാകുന്നത്. അപ്പൊ ഇത് ഇങ്ങനെ നമ്മളെ കൃത്യമായിട്ട് പഠിപ്പിച്ച് കൊണ്ടുവരുന്നതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന ഒരു മിസ്റ്റേക്കും കൊണ്ടാണ്. അപ്പൊ സാറിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ നമ്മുടെ B.Ed പഠിപ്പിക്കുന്നത് 1 ഓഫ് ദ ബെസ്റ്റ് സിസ്റ്റംസ് ആണ് എന്നാ പറയുന്നത്. സാറ് B.Edകാർക്ക് ട്രെയിനിങ് എടുക്കുന്നയാളാണ്. വളരെ രസകരമായ സംഭവമാണെന്ന് പറഞ്ഞു. അതിൽ പല രീതിയിൽ ഉള്ള ടീച്ചിങ് ഉണ്ട്. എന്നോട് കുറച്ച് 2-3 ടീച്ചിങ് മെത്തേഡ്സ് ഒക്കെ പറഞ്ഞു, ഡിഡക്റ്റീവ് മെത്തേഡ് എന്നൊക്കെ പറഞ്ഞു. അത് നമ്മൾ വന്ന് നിന്ന് ഈ ഇരിക്കുന്നത് ഒരു ഒറ്റ സിംഗിൾ സാമ്പിൾ അല്ല, പലരും പല രീതിയാണ്.
അപ്പോൾ ഒരാൾക്ക് ഓപ്പറേറ്റ് ചെയ്യുന്ന പോലെ മറ്റേ ആൾക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ സംസാരിച്ച് തുടങ്ങുമ്പോൾ അധ്യാപകൻ അറിയാം ഈ ക്ലാസ്സിന്റെ പൊതുവിലുള്ള ഒരു രീതി, അത് മനസ്സിലാക്കിയിട്ട് വേണം ഏത് മെത്തേഡിൽ വേണം ഞാൻ ഈ സബ്ജക്റ്റ് പഠിപ്പിക്കാനെന്ന് അധ്യാപകൻ മനസ്സിലാക്കും. അത്രയും ജോലിയുണ്ട് എൻ്റെ. അപ്പൊ അത് ചെയ്യാതെ എനിക്കിഷ്ടമുള്ള രീതിയിൽ ഞാൻ പഠിപ്പിക്കും, നിങ്ങൾ ഇഷ്ടമുണ്ടെങ്കിൽ എടുത്തു എന്ന് പറയുന്നിടത്താണ് ഈ കുട്ടികൾക്ക് ഈ സബ്ജക്റ്റിനെ വെറുത്തു പോകുന്നത്. ഞാൻ ഓസ്ട്രേലിയയിൽ ഒരു പഴയ സ്കൂൾ 1873 കണ്ട് നിർത്തിപ്പോയൊരു സ്കൂൾ അവിടെ ഒരു മ്യൂസിയം ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം അവിടെ ചെല്ലുമ്പം അന്നത്തെ ബുക്കൊക്കെ അവർ ചില്ലിട്ട് വെച്ചിട്ടുണ്ട്. അതിലൊരു വാചകം പുറത്തെഴുതി വെച്ചിട്ടുണ്ട്: ദ ഹോൾ ഒബ്ജക്റ്റീവ് ഓഫ് എഡ്യൂക്കേഷൻ ഈസ് ടു ഹാവ് ആൻ അഡാപ്റ്റീവ് ബ്രെയിൻ. നമ്മളുടെ വിദ്യാഭ്യാസത്തിൻ്റെ എല്ലാ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഒരു അഡാപ്റ്റീവ് ആയിട്ടുള്ള ഒരു തലച്ചോറുണ്ടാകുന്നത്. എന്താണ് അഡാപ്റ്റീവ് ആകേണ്ടത്? അപ്പോൾ അതെനിക്ക് വളരെ കൗതുകമുണ്ടാക്കി. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് കിട്ടാവുന്ന ലിറ്ററേച്ചറൊക്കെ അവിടെ കുത്തിപ്പിടിച്ച് വായിച്ചപ്പോൾ മനസ്സിലായ കാര്യം, അഡാപ്റ്റിവിറ്റി എന്ന് അവരുദ്ദേശിക്കുന്നത് പ്രകൃതിയിൽ വരുന്ന മാറ്റങ്ങൾ ഒബ്സർവ് ചെയ്താൽ ഇത് മനസ്സിലാകണം, കോസ് ആൻഡ് കോൺസിക്വൻസ്. അപ്പോൾ അഡാപ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഇത് മനസ്സിലായാൽ മാത്രം പോരാ, അതിനനുസരിച്ച് അവന് തീരുമാനം എടുക്കാനും ഇവിടുന്ന് മാറി താമസിക്കണം, അടുത്ത കൊല്ലം ഇവിടെ നിന്ന് കഴിഞ്ഞ് ചത്തുപോകും എന്ന് മനസ്സിലായിട്ട് ഇതിനനുസരിച്ച് ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നിടത്താണ് ഒരു ബ്രെയിൻ അഡാപ്റ്റീവ് ആകുന്നത്. അപ്പൊ ഇന്നത്തെ കാലത്ത് ഇത് തന്നെ ഇപ്പോൾ ഒരു വലിയ പ്രശ്നമുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നപ്പം പല ആളുകൾക്കും അഡാപ്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ ഇതൊന്നും ഇല്ലാതെയാണ്, തലച്ചോറ് ശരിക്ക് പ്രവർത്തിക്കണം, എന്തിനാണ് എപ്പോഴും നമ്മൾ ചാറ്റ് GPT നോക്കുന്നത്, നമ്മുടെ തലച്ചോറ് പ്രവർത്തിക്കുന്നില്ലല്ലോ എന്ന് പറയും. അത് ശരിക്കും നമ്മൾ നമ്മുടെ ബ്രെയിൻ അഡാപ്റ്റിവിറ്റിയെ എംബ്രേസ് ചെയ്യുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്. അതിനെ നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കൂ. അപ്പോൾ അഡാപ്റ്റീവ് ബ്രെയിൻ ഉണ്ടാകാനാണ് യഥാർത്ഥ എന്ത് പഠിക്കണം പഠിപ്പിക്കണം രണ്ടും ചെയ്യേണ്ടത്. ടു ഹാവ് ആൻ അഡാപ്റ്റീവ് ബ്രെയിൻ സോ ദാറ്റ് വെൻ ദർ ഇസ് എ ചേഞ്ച്, നമ്മുടെ കൺട്രോളിലില്ലാത്തൊരു ചേഞ്ച് സംഭവിക്കുന്നത് ഒബ്സർവ് ചെയ്യാനും അതിനെ ഇന്റർപ്രറ്റ് ചെയ്യാനും അതിനനുസരിച്ച് ഡിസിഷൻ എടുക്കാനും ഉള്ള കേപ്പബിലിറ്റി നമുക്ക് ഉണ്ടാകുന്നിടത്താണ് ഒരു വിദ്യാഭ്യാസത്തിന്റെ 100% പൂർണ്ണത വരുന്നത്, അല്ലെങ്കിൽ ലക്ഷ്യം കാണുന്നത്. അങ്ങനെ ഒരു റാഷണൽ അനലിറ്റിക്കൽ കാര്യം എംപവേർഡ് ആയില്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഇമോഷണൽ ഹൈജാക്ക് എന്നാണ് അതിന് പറയുന്നത്. ഓക്കെ, നമ്മളുടെ ഏത് തീരുമാനത്തെയും ഇമോഷൻ കയറി ഹൈജാക്ക് ചെയ്യും. ഫോർ എക്സാമ്പിൾ, നമ്മൾക്ക് ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി വന്നു, നമുക്ക് ആ ഓപ്പർച്യൂണിറ്റി എടുക്കാൻ നമ്മളുടെ റാഷണാലിറ്റി നമ്മളോട് പറയുമ്പം നമ്മളുടെ ഇമോഷൻ ബ്രെയിൻ അതിന്റെ ത്രെട്ടുകളും അതിന്റെ വീക്ക്നെസ്സും കാണിച്ചിട്ട് പേടിയാണ്, ഫിയർ അങ്ങ് ഇൻഡ്യൂസ് ചെയ്യും. അപ്പൊ നമ്മൾ ഇമോഷണലി ഹൈജാക്ഡ് ആവും. അപ്പൊ നമുക്ക് ആ ഓപ്പർച്യൂണിറ്റി ലൂസ് ചെയ്യും. അപ്പൊ അവസാനം ഇതിന്റെ പ്രശ്നം എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 50 വയസ്സൊക്കെ കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ക്രൈസിസ് ഉണ്ട്. അതിന്റെ പേര് എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് എന്നാണ്. വൈ ഷുഡ് ഐ എക്സിസ്റ്റ്, ഹൂം ഷുഡ് ഐ എക്സിസ്റ്റ്, വാട്ട് ഷുഡ് ഐ എക്സിസ്റ്റ്. എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് നമ്മുടെ ജീവിതത്തിൽ വന്ന് കയറും. എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് വന്നാൽ നമുക്കത് വളരെ വളരെ ബുദ്ധിമുട്ടായിരിക്കും ആ പ്രായത്തിൽ സോൾവ് ചെയ്യാനായിട്ട്. പക്ഷെ നമുക്ക് ചെറുപ്രായത്തിൽ ഇത് പറ്റും. അപ്പം അതുകൊണ്ട് നമുക്ക് അഡാപ്റ്റിവിറ്റി എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് നമ്മുടെ ടീച്ചേഴ്സ് മനസ്സിലാക്കിയിട്ട് നന്നായി പഠിപ്പിക്കട്ടെ. ഞാൻ ഇതിന്റെ കാര്യത്തിൽ ഒരു കാര്യം കൂടി ആഡ് ചെയ്യാനുള്ളത്, എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടാണ് കേട്ടോ, എഞ്ചിനീയറാണ്. അതിന്റെ കൂട്ടത്തിൽ നന്നായി വായിക്കുന്ന ഒരു കൂട്ടത്തിലാണ്. ആ അർത്ഥത്തിൽ ഏതായാലും ഇന്നത്തെ ദിവസം ഇങ്ങനത്തെ ഒരു വർത്തമാനം ഇനിയും കൂടുതൽ വിഷയങ്ങളുമായിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു ചർച്ച. തീർച്ചയായിട്ടും. താങ്ക് യു സർ. താങ്ക് യു.